ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും മറ്റുള്ളവർ കണ്ടിട്ടാണ്. മോർ ദാൻ 60% 60% കൂടുതൽ വരുന്ന കാര്യങ്ങളും ഒരു കുട്ടി മറ്റുള്ളവരെ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ ഇരുത്തി പഠിപ്പിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ സ്റ്റേജ് ഓഫ് ഇംപ്രിൻറ്റിങ്, പ്രത്യേകിച്ചിട്ട് 1 വയസ്സിനും 7 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തെ സ്റ്റേജ് ഓഫ് ഇംപ്രിൻറ്റിങ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. ആ ഇംപ്രിൻറ്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ കുട്ടി മറ്റുള്ളവരിൽ കാണുന്നത് അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് അതവർ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ സമയങ്ങളിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പെരുമാറ്റവും വളരെ നല്ല രീതിയിലുള്ള റോൾ മോഡലും ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുന്നു. ഇപ്പോൾ ഭിക്ഷക്കാരൻ വരുമ്പോൾ നാമൊക്കെ ഭിക്ഷക്കാർ ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വില കളിപ്പിക്കാറില്ല. അവരാട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള വല്ല തുണ്ട് നാണയം അവരെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അതിന് പകരം ആ ഭിക്ഷക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇരുന്നിട്ടാണ് ഉള്ളതെങ്കിൽ അവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവരടുത്തേക്ക് പോയി വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് അവരെ തിരിച്ചു പോകുന്ന സമയത്ത് ആ ഗേറ്റ് വരെ ഒന്ന് കൂടെ പോയി ഇത് ചെയ്യുന്നത് നമ്മുടെ പിഞ്ചു മക്കൾ കണ്ടാൽ അവർ അവിടെ ഒരു കാര്യം പഠിക്കുകയാണ്. എന്താണ്? എത്ര ചെറിയവനാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും ഒരു മനുഷ്യനെ ബഹുമാനിക്കണം, അയാളെ ആദരിക്കണം എന്ന ഒരു മെസ്സേജ് ഈ ഒരു സിമ്പിൾ കാര്യത്തിലൂടെ ആ കുട്ടി പഠിക്കുകയാണ്. അതേപോലെ തന്നെ ആ ഭിക്ഷക്കാരന് കൊടുക്കുന്ന തുച്ഛമായ തുക, ആ തുക തൻ്റെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് മോൻ ഇത് പോയി കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് അത് കൊണ്ടുപോയി ഭിക്ഷക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെ കൊടുത്ത് ശീലിക്കുമ്പോൾ കുട്ടി മറ്റൊരു മെസ്സേജ് അവിടെ പഠിക്കുകയാണ്. വീട്ടിലേക്ക് ആരെങ്കിലും വല്ല സഹായവും തേടി വന്നാൽ അവരെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തിരിച്ചയക്കരുത്. അവർക്ക് വല്ലതും കൊടുക്കാതെ തിരിച്ചയക്കരുത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും പോയാൽ വീട്ടിലേക്ക് പോയി ആ ഒരു ഗേറ്റ് ഇങ്ങനെ കടക്കുമ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു പറയും, എടിയെ, ഭാര്യയുടെ പേര് വിളിച്ചിട്ട് പറയും, എടിയെ ചായ എടുത്തോളൂ 3 ഗ്ലാസ്. അപ്പോൾ വരുന്ന ആൾ 3 ആളാണെന്ന് നോക്കിയിട്ട് 3 ഗ്ലാസ് ചായ ഓർഡർ ചെയ്യും. ആര് വീട്ടിലേക്ക് പോയാലും ചായ കുടിക്കാതെ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഇത് കണ്ട അവരുടെ മക്കള് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്നും ആ മക്കൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും കണ്ടിട്ടാണെന്നാണ്. കേട്ടിട്ട് പഠിക്കുന്നതിനപ്പുറത്തേക്ക് കണ്ടുകൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം ഫീലിംഗ് ഫോർ ഓർഡർ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഡർ, ഒരു ക്രമം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മോണ്ടിസോറി മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഓർഡർ, ഒരു ക്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാസ് റൂം ഒരു പ്രത്യേകമായ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുക. അവിടെ കബോർഡുകൾ ഉണ്ടാകും. ആ കബോർഡുകളിൽ മോണ്ടിസോറി അപ്പറേറ്റസ് ഇങ്ങനെ വളരെ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ കുട്ടി തന്നെയാണ് ക്ലാസ് റൂമുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള അന്ന് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ എടുത്തുകൊണ്ടുവന്ന് അത് വളരെ കൃത്യമായി അതിൻ്റെ വർക്കിംഗ് മാറ്റ് അവിടെ വിരിച്ച്, സിറ്റിംഗ് മാറ്റ് വിരിച്ച് അതിലിരുന്ന് വർക്കിംഗ് മാറ്റിൽ തൻ്റെ മെറ്റീരിയൽ വെച്ച് അത് കൃത്യമായി എടുത്ത് പ്രസൻറ്റ് ചെയ്ത് അതിൽ കൃത്യമായി പഠിച്ച് എടുത്ത അതേ സ്ഥലത്ത് തന്നെ കുട്ടി എന്ത് ചെയ്യാണ്, തിരിച്ചു കൊണ്ടുവെക്കുകയാണ്. ആരും ആ കുട്ടിയെ എന്ത് ചെയ്യുന്നില്ല, കമ്പൽ ചെയ്യുന്നില്ല, അത് റിമൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾ ഇങ്ങനെ അവർ ടവലൊക്കെ, അതായത് കുളിച്ചു വന്നതിന് ശേഷം തലയൊക്കെ തോർത്തി ടവലൊക്കെ അവിടെ ഇവിടെയും നമ്മളിങ്ങനെ ഡംപ് ചെയ്യുന്നത് കാണാം. അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഗൊക്കെ വലിച്ച് ഒരു സ്ഥലത്ത്, വസ്ത്രം മറ്റൊരു സ്ഥലത്ത്. കുട്ടിയുടെ പഠന റൂമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പഠിക്കുന്ന പുസ്തകങ്ങൾ, ടേബിളുകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ ചിന്നി ചിതറിയ രൂപത്തിലൊക്കെ കാണാം. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്ന ഒരു കുട്ടി ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് ഒരു ഓർഡർ ഉണ്ടാകും, ഒരു ക്രമമുണ്ടാകും. കൊണ്ടുവെക്കുന്നത് കൃത്യമായി എടുത്ത സ്ഥാനത്ത് തന്നെ അത് തിരിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതാരും ഇമ്പോസ് ചെയ്തുകൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. അത് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ നിന്ന്
അത് മറ്റുള്ള പിയർ ഗ്രൂപ്പുകൾ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത് മറിയ മോണ്ടിസോറി പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഫീലിംഗ് ഫോർ ഓർഡർ, ഒരു ഓർഡർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ അത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ശീലങ്ങളാണ്, ഒരു കൃത്യമായ ഓർഡർ പാലിക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതലായി മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ട്രെയിനിങ് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം.